അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്റു യാ അല്ലാഹ്. അല്ലാഹുമ്മ അസ്ബഹ്നാ വഅസ്ബഹൽ മുൽക്ക് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وصل عليه صلاة تسليما كثيرا أما بعد فاتقوا الله عبادته. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: أقرب ما يكون العبد من ربه وهو ساجد ഫഅക്സിറു ദുആ. റവാഹുൽ ബുഖാരി. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഉടനീളം തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുന്നു. നാം ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഇബാദത്ത് അഥവാ നമ്മുടെ 5 നേര നമസ്കാരം. ആ നമസ്കാരത്തിൽ ഒരുപാട് ഭൗതികമായ ശാരീരികമായ ഗുണങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വുളൂ തന്നെ ശാസ്ത്രീയമാണ്. ഇപ്പൊ കൊറോണ വന്നപ്പോ ഏറ്റവും കൂടുതൽ മെഡിക്കൽ പറഞ്ഞത് കൈ കഴുകാനാണ്. മുസ്ലിമീങ്ങൾ 3 പ്രാവശ്യമാണ് ഒരു ഉളൂഇൽ കൈ കഴുകുന്നത്. അതിങ്ങനെ തന്നെ കൈ കഴുകണം, കൈകൾ കോർത്ത് കഴുകണമെന്നാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതാണ് ഉളൂഇൽ. അതുപോലെ തന്നെ മൂക്കിലും വായിലും വെള്ളം കയറ്റി ചീറ്റുക വേറെ ആരും ചെയ്യാറില്ല. 5 നമസ്കാരങ്ങൾക്ക് വേണ്ടി ചെയ്യുകയല്ലേ. ഒരു ബാക്ടീരിയയും മൂക്കിൽ കാണില്ല. അങ്ങനെ അപ്പൊ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുജൂദാണ്. എന്താ സുജൂദിന്റെ പ്രത്യേകത? സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ മാത്രം ഞാൻ തല കുനിക്കും. അതാണ്. വേറെ ആരുടെയും മുമ്പിൽ ഞാൻ തല കുനിക്കില്ല. ആ സുജൂദുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞു: അക്റമു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു മനുഷ്യൻ തന്റെ യജമാനനായ അല്ലാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. അതുകൊണ്ട് എന്ത് വേണം? ഫഅക്സിറു സുജൂദ. സുജൂദ് നിങ്ങൾ അധികരിപ്പിക്കണം, അഥവാ സുജൂദിൽ പ്രാർത്ഥന കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം. നിർബന്ധമായ നമസ്കാരങ്ങളിൽ എണ്ണം തിട്ടപ്പെടുത്തിയ ദുആയുണ്ട്, അതേ പാടുള്ളൂ. സുബ്ഹാന റബ്ബിയൽ അഅല 3 എണ്ണം, സുബ്ഹാനക അല്ലാഹുമ്മ. ആ പ്രാർത്ഥന 1 എണ്ണം, അത് അപ്പുറത്തേക്ക് പാടില്ല. അത് ഇമാമും പുറകെ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്നാണ്. സുന്നത്തായ നമസ്കാരം നമ്മുടെ ഇഷ്ടത്തിനാണ്, നമ്മുടെ സൗകര്യത്തിനാണ്. ഖുർആനിലും ഹദീസിലും വന്ന ഏത് ദുആയും, ഉദാഹരണം നിങ്ങൾ സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എത്ര വേണമെങ്കിലും പറയാം സുജൂദിൽ, സുന്നത്തിൽ. അതുപോലെ തന്നെ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന. ഖുർആനിലും ഹദീസിലും വന്ന ഏത് പ്രാർത്ഥന ഉപയോഗിക്കാം. സുന്നത്ത് നിസ്കാരത്തിന്റെ സുജൂദിൽ അത് നിങ്ങളുടെ സൗകര്യത്തിൽ, നിങ്ങളുടെ സമയത്തിൽ അവിടെ കിടന്ന്. ഇനിയോ കടങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ കുഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. എന്നെ നീ കടക്കാരനാക്കല്ലേ, കടങ്ങളൊക്കെയും ഹലാലായ മാർഗത്തിൽ വിട്ടണേ. ഇനി ഒരാൾക്ക് അറബി അറിയില്ലേ, മലയാളത്തിൽ ദുആ ചെയ്യാം. സുന്നത്ത് നിസ്കാരത്തിന്റെ സുജൂദിൽ പടച്ചവനെ കച്ചവടമൊക്കെ നഷ്ടത്തിലായി, ഒരുപാട് കടങ്ങളുണ്ട്, നീ വീട്ടാൻ സഹായിക്കണേ റബ്ബേ. മലയാളത്തിൽ ദുആ ചെയ്യാം. അതൊക്കെ അനുവദനീയമാണ് സുജൂദിൽ, സുന്നത്ത് നിസ്കാരത്തിൽ. സുജൂദ് കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം. അറിയാവുന്ന ദുആകളൊക്കെ അധികരിപ്പിക്കണം.
ഇനി നിങ്ങൾക്ക് ദുആയൊന്നും ഇല്ല, എന്ത് ചെയ്യാം? അള്ളാന്റെ നാമം പറയാം. റഹ്മാനായ അള്ളാഹ്, റഹീമായ അള്ളാഹ്, ഖാലിഖായ അള്ളാഹ്, സലാമായ അള്ളാഹ്, മുഅ്മിനായ അള്ളാഹ്, മുഹൈമിനായ അള്ളാഹ്, അസീസായ അള്ളാഹ്, ജബ്ബാറായ അള്ളാഹ്. അള്ളാന്റെ നാമം ഇങ്ങനെ പറയാം. അങ്ങനെ പടച്ചവനിലേക്ക് അടുക്കും. അത് മാത്രമല്ല, ചിന്തിച്ച നിങ്ങൾ നമ്മൾ ചെയ്യുന്ന ആ സുജൂദിന്റെ ഒരു യോഗ നോക്കണേ, വ്യായാമം. ഒരു മുസ്ലിമായ മനുഷ്യൻ 5 നേരം നമസ്കരിക്കുമ്പോൾ നിർബന്ധമായ നമസ്കാരങ്ങളിൽ മാത്രം 34 തവണയാണ് സുജൂദ് ചെയ്യുന്നത്. അങ്ങനെ തല ഭൂമിയിൽ വെച്ചിട്ട്, നെറ്റിത്തടം ഭൂമിയിൽ വെച്ചിട്ട് 8 അവയവങ്ങൾ കൃത്യമായി ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന ഒരു യോഗ ലോകത്തില്ല, സുജൂദല്ലാതെ. നോക്ക് നിങ്ങൾ, 34 തവണയാണ് ഒരു മുസ്ലിം നിർബന്ധ നിസ്കാരത്തിൽ സുജൂദിൽ വീഴുന്നത്. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ തലയിലേക്ക് പോകാൻ അത് കാരണമാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. നിസ്സാരമല്ല. ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിൽ നടക്കാൻ, തലയിലേക്ക് പോകാൻ, ഞരമ്പുകളിലേക്ക് പോകാൻ സുജൂദ് കാരണമായി കണ്ടെത്തിയിട്ടുണ്ട്. അത് യോഗയും വ്യായാമം കൂടിയാണ്. നോക്ക് നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ നിർബന്ധമായ നമസ്കാരങ്ങളിൽ 41 തവണയാണ് കൈകൾ ഉയർത്തുന്നത്. നമ്മൾ ആരും നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഉയർത്താറില്ല, ഇങ്ങനെ ആട്ടേ നടക്കാറുള്ളൂ. നമ്മൾ നടക്കുന്ന സമയം കൈകൾ ആട്ടേ നടക്കുന്നത്. പക്ഷെ നിസ്കാരത്തിൽ ഒരു ദിവസം നിർബന്ധ നിസ്കാരത്തിൽ മാത്രം 41 തവണ കൈകൾ ഉയർത്തുന്നു, താത്തുന്നു. ഇതിൽ കൂടുതൽ വ്യായാമം വേണം. എവിടെ വേണ്ടത്? അപ്പൊ നിസ്കാരം കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ്. അതുകൊണ്ട് സുജൂദ് കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം. നമുക്ക് പറയാനും, സങ്കടങ്ങൾ പറയാനും, വിഷമങ്ങൾ പറയാനും, കരയാനും. ഇനി അതല്ല, അനുഗ്രഹങ്ങൾ തന്നു, അൽഹംദുലില്ലാഹ്, എനിക്ക് നീ അനുഗ്രഹങ്ങൾ തന്നു കേട്ടോ. എന്റെ ഭാര്യക്ക് സുഖയില്ലായിരുന്നു, ബയോസിറ്റ് അയച്ച് ഇന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പടച്ചവനെ അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല എന്ന് സുജൂദിൽ പറയണം. എന്ന് സുജൂദിൽ കിടന്ന് പറയണം പടച്ചവനോട്. ഒരു പ്രയാസമില്ലാതെ നീ മാറ്റിയല്ലോ അല്ലാ, എന്റെ വിഷമങ്ങൾ മാറ്റി എന്ന് പറയാൻ സുജൂദ് കാരണമാകണം. അങ്ങനെ സുജൂദ് കൊണ്ട് റബ്ബിലേക്ക് അടുക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته.